പറ്റി സർ? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എന്റെ ടെൻഷൻ എന്താണെന്ന് തനിക്കറിയില്ല നന്ദിനി. എന്റെ വീട്ടിനകത്ത് എന്നെ വിമർശിക്കാനും തോൽപ്പിക്കാനുമായിട്ട് ഒരുത്തി. കേട്ടില്ല താൻ? അവള് പറഞ്ഞോക്കെ. അത് അവള് പറയുകയല്ല, അമ്മ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുക. അതുകൊണ്ട് സൂര്യ തോറ്റു കൊടുക്കുന്നായിരിക്കും പത്മാവടം കരുതുന്നത്. എടോ, താനെന്തെങ്കിലും നോക്കിക്കുന്നേ? എടോ, എന്തു പറ്റി? തന്നെ അവളെന്തെങ്കിലും പറഞ്ഞോ? പിന്നെ എന്താടോ? താങ്ക് യു സർ. എന്തിന്? ഹരിത മാഡം അത്രയൊക്കെ എന്നെ ആക്ഷേപിച്ചപ്പോഴും സാർ അതൊക്കെ തടഞ്ഞില്ലേ? എന്നെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞില്ലേ? അവരുടെ മുൻപിൽ ഞാൻ തോൽക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചില്ലേ? ചിലപ്പോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവര് പറയുന്നതൊക്കെ കേട്ട് എന്റെ ഭാര്യ കഴിവ് കുറഞ്ഞവളാന്ന് പറഞ്ഞ് തലയാട്ടി നിൽക്കുമായിരുന്നു. പക്ഷെ സത്യം അങ്ങനെ ആയിട്ട് പോലും സാർ അങ്ങനെ ചെയ്തില്ല. എനിക്കെന്തോ വലിയ യോഗ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എടോ, ഹരിതയെ ജയിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എടോ, തന്നെ വിവാഹം കഴിച്ചതിന്റെ പേരില് ഒരിക്കലും ഒരു അഭിമാനക്കുറവും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? എടോ, അഭിമാനം എന്നൊരു വാക്കിന് ഞാൻ ഇട്ടിരിക്കുന്ന വേറൊരു പേരാണ് നന്ദിനി. ഏതൊക്കെ ഇടങ്ങളിൽ വെച്ച് താൻ എന്നെ തള്ളി പറയണമായിരുന്നു, തനിച്ചാക്കി പോകണമായിരുന്നു. താൻ ചെയ്തില്ലല്ലോ. എന്റെ കൂടെ നിന്നില്ലേ? എനിക്ക് കാവലിരുന്നില്ലേ? എടോ, ആരതൊക്കെ മറന്നാലും ഞാനത് മറക്കില്ല, ഒരിക്കലും മറക്കില്ല. ലോകത്ത് ആര് നിന്നെ ചെറുതായിട്ട് കണ്ടാലും സൂര്യ കാണില്ല. കാരണം എന്റെ മനസ്സിൽ എല്ലാം തികഞ്ഞൊരു പെണ്ണാണ് നീ. എത്ര പേരുടെ ആട്ടും തുപ്പോ ഏറ്റാലും സാറിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അതൊക്കെ അങ്ങ് മാറിപ്പോവും സർ. ഓക്കേ, ഇപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അയ്യോ, ഫുഡ് റെഡി ആയിട്ടില്ല സർ. ഒരു ഇത്തിരി നേരം കൂടി എടുക്കും. അത് കുഴപ്പമില്ല. എന്നാ ഞാൻ പോയിട്ട് ആപ്പിൾ എടുത്തിട്ട് വരട്ടെ? ഏയ് വേണ്ടടോ, ആഹാരം റെഡിയാവട്ടെ. അത് വേണ്ട. ആ ഒരു കുട്ടി വിശപ്പ് അവിടെ കിടന്ന് കളിക്കണ്ട. ഞാൻ പോയിട്ട് ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. അത് കഴിക്കുമ്പോ ആ വിശപ്പ് അങ്ങ് ഓക്കെ ആവും. അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. എന്താ? ഒന്നുമില്ല. ഇതിപ്പോ ചൂണ്ടിട്ടിട്ട് കാത്തിരിക്കുന്നത് പോലെ ആയാലോ ഗംഗെ. ഏതെങ്കിലും ഒരുത്തം വന്ന് ഇടയ്ക്ക് കൊത്തിയാ കൊത്തി. കാത്തിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ നാശത്തിനല്ലേ ഏട്ടാ? അപ്പൊ ക്ഷമിച്ചല്ലേ പറ്റൂ. ക്ഷമിക്ക് ക്ഷമിക്ക്. ഒരെണ്ണെങ്കിലും കൊണ്ടുപോയി അടുക്കള വെക്കണമായിരുന്നു. എന്താ നടക്കണമെന്ന് കൃത്യമായി മനസ്സിലാക്കാമായിരുന്നു. നോക്കട്ടെ, ഇത് പറ്റിയില്ലെങ്കിൽ ആ വീട്ടിലെ ബെഡ്റൂം വരെ എന്റെ ക്യാമറ എത്തും. അയ്യേ, അത് വേണോ ഗംഗേ? രാജേട്ടാ, സൂര്യ സാറിന് വിശക്കുന്നുണ്ടെന്ന്. ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടേ കൊടുക്കട്ടെ? എന്റെ പൊന്നു മോളെ, ഇനി അത് കാണുമ്പോ ബാക്കിയുള്ളവരെല്ലാരും കൂടെ കൈയിട്ട് വരാൻ നിൽക്കും. ഒരംഗം ഇപ്പൊ മോളി കഴിഞ്ഞതേ ഉള്ളൂ. അതൊന്നുമില്ല, ഇത് സൂര്യ സാറിന് മാത്രമായിട്ട് കൊണ്ടുപോയി കൊടുത്തോളാം. മോള് പോയി കൊണ്ടുപോയി കൊടുക്കും. രാജേട്ടൻ ഇതൊക്കെ നോക്കണേ. ചെല്ലേ.
ഈ കുടുംബത്തിന് മൊത്തം ആപ്പിൾ തീറ്റാണ് പണി. അവര് തിന്നട്ടേട്ടാ. ഇതും നമ്മള് കൊടുത്തതാ, അതിനി സംശയം വേണ്ട. എന്റെ ദൈവമേ, കുടുംബത്തുള്ളവർ മൊത്തം അങ്ങ് ചത്തി തീരുമോ? അവസാനം ചടങ്ങ് നടത്താൻ ആരെങ്കിലും ശേഷിക്കണ്ടേ? ഒരുമിച്ച് അങ്ങ് ചത്ത് തീരുവാണെങ്കിൽ ബന്ധുക്കളായ നമ്മൾ അങ്ങ് ചടങ്ങ് നടത്തും. അതെങ്കിലും എന്റെ ഏട്ടത്തിക്ക് വേണ്ടി ഞാൻ ചെയ്യണ്ടേ? ഓ, അല്ലെങ്കിൽ അവരെ നോക്കിക്കൊണ്ടിരുന്നാ മതിയോ? നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? ഏട്ടന് വിശക്കുന്നുണ്ടെങ്കിൽ ചെന്നെടുത്ത് കഴിക്കും. ഞാൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ.